നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒന്നാമതായി തന്നെ വഅൻ ഉഖബത ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ ഫഖാല റജുലുൻ മിനൽ അൻസാർ അഫറഅയ്ത അൽഹംവ ഖാല അൽഹംവു അൽമൗത്ത് മുത്തഫഖുൻ അലൈഹി അൽഹംവു ഖരീബു الزوജി കഅഖീഹി വബിനി അഖീഹി വബിനി അമ്മിഹി. എന്താണ് വിഷയം? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ. ഇയ്യാകും നിങ്ങൾ സൂക്ഷിക്കണേ, അത് വാണിങ്ങിനുള്ള പദമാണ്. ഇയ്യാകും നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. വദ്ദുഖൂൽ അലൻ നിസാ അന്യ സ്ത്രീകളുടെ സമീപത്തേക്കുള്ള പ്രവേശനം. ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശനം. വദ്ദുഖൂൽ അലൻ നിസാ അന്യ സ്ത്രീകളുടെ സമീപത്തേക്കുള്ള പ്രവേശനത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പന. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹംവ, അപ്പോൾ ഹംവ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്, അഭിപ്രായം എന്താണ്? എന്താ ഹംവ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൽ ഹംവ് അൽ മൗത്ത്. ഹംവ് പ്രവേശിക്കൽ, അൽ മൗത്ത് അത് മരണാണ്. ഇനി അത് നൽകിയിട്ട് അതിൻ്റെ ഫുട് നോട്ട് കൊടുത്തോ നോക്കൂ. വൽ ഹംവു, നബവി ഇമാം കൊടുക്കുന്ന ഫുട് നോട്ടാണ്. വൽ ഹംവു, ഹംവ് എന്ന് പറഞ്ഞാൽ എന്താണ് അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്? ആരാണത്? ഖരീബു സൗജി, ഭർത്താവിൻ്റെ ബന്ധുക്കളാണ്. ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കാണെന്ന് പറയാം, ഭർത്താവിൻ്റെ ബന്ധുക്കളായ ആണുങ്ങൾക്കാണെന്ന് പറയാം ഹംവ് എന്ന് പറയാം. ഇതുപോലെ കഅഖീഹി, ഭർത്തൃ സഹോദരൻ, ഭർത്താവിൻ്റെ താഴെയുള്ള ആളോ മേലുള്ള ആളോ, ഇപ്പോൾ ഇളയച്ചൻ മുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നാടൻ പ്രയോഗം. ഭർത്താവിൻ്റെ അനുജൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ. വബിനി അഖീഹി, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരൻ്റെ മകൻ, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ മക്കൾ, ആൺമക്കളും ഇതിൽ പെടും. വബിനി അമ്മിഹി, ഭർത്താവിൻ്റെ പിന്നെ എന്താ പറയുക, വബിനി അമ്മ്. അമ്മ എന്ന് പറയുമ്പോൾ ആരാണ്? ഉമ്മയുടെ ബ്രദേഴ്സ്, ഭർത്താവിൻ്റെ അവരുടെ മക്കൾ, അമ്മിൻ്റെ മക്കൾ, ഇബിന് അമ്മ. ഒക്കെ നമ്മൾ മെഹ്റം വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ മെഹ്റമിൽ പെടും. മെഹ്റമിൻ്റെ നിർവചനം അന്ന് നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായ നിലക്ക് നമ്മളോട് എന്താ നോക്കാൻ പറഞ്ഞത്? ഒരു സ്ത്രീ ഒരു പുരുഷനും തമ്മിൽ അന്യരാണോ അല്ലേന്ന് നോക്കുവാനുള്ള പ്രാഥമിക മാർഗ്ഗം എന്താണ്? ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാണ്. കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാൽ മെഹ്റമല്ല, മെഹ്റമാണ്. കല്യാണം കഴിക്കാൻ പറ്റൂലേ എന്നാൽ മെഹ്റം വേറെ പ്രശ്നമല്ലേ. കല്യാണം കഴിക്കാൻ പറ്റൂലെങ്കിൽ മെഹ്റമാണ്, കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്യരാണ്. അന്ന് നമ്മൾ കുറേ എണ്ണി പറഞ്ഞിരുന്നു ഓരോരുത്തരെയും സംബന്ധിച്ച്. അപ്പോൾ അവർ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് മരണമാണെന്ന് പറഞ്ഞത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്. അൽ അസദു അൽ മൗത്തൂ, സിംഹമെന്നോ മരിച്ചു മരണം ഉറപ്പിച്ചോ, അങ്ങനെ ഭയങ്കര ഗുരുതരമായ കാര്യങ്ങൾ പറയുമ്പോൾ ചേർത്ത് പറയാൽ മൗത്തോ, അതിനേക്കാൾ എനിക്ക് മരിക്കലാണ്. ആ മരിക്കലാണല്ലേ. പിന്നെ ഇവരാണ് കടന്നു വരികയാണെങ്കിൽ അത് മരണമാണ്, മരണ സമാനമാണ്. അതെന്താ കാരണം എന്നറിയോ? അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, നിങ്ങൾ അന്യ സ്ത്രീകളുടെ സമീപത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നിങ്ങളവിടെ ഒറ്റക്കാവും. അന്യ സ്ത്രീയല്ലേ, അതിൻ്റെ താത്തയല്ലേ, എൻ്റെ കാക്കാൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോവും. പറ്റൂല, അവരാകുമ്പോൾ കൂടുതൽ ഗൗരവമാണ്. എന്തുകൊണ്ട്? ഒരു അന്യ ആൾ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സീരിയസ് ആയിട്ട് തോന്നും. എന്താ അയാളവിടെ, അയാളെന്താ അവിടെ വരുന്നത്? അയാൾ സാധു വേറെ എന്തേ കാര്യത്തിന് വരുമോ? ദുരുദ്ദേശത്തിന് മറ്റോ വരുമ്പോൾ ആ കുഴപ്പമില്ല, അവൻ്റെ ഓളെ പിന്നെ ഭർത്താവിൻ്റെ അനിയനാ, ഭർത്താവിൻ്റെ ഏട്ടനാ, ആ എക്സ്ക്യൂസ് അവിടെ കിട്ടുന്നുണ്ട്, അളവ് കിട്ടുന്നുണ്ട്, അതന്നെ അപകടം, അതന്നെയാണ് അപകടം. ആരും ചിന്തിക്കൂല. ആൾക്കാർ നിർഭയത്വം കാണിക്കുന്ന മേഖലയാണ് ഇത്. എന്നാൽ ഇതുകൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ വേറെ ഉണ്ടാകുന്നത്. എത്ര കേസുകളാണെന്ന് സൈക്കോ പ്രശ്നമായിട്ടെന്ന് യൂട്യൂബിൽ തിരഞ്ഞു നോക്കി അതന്നെ ഹെഡിങ്ങൾ, അതിനൊക്കെ എത്ര വ്യൂവേഴ്സ്. മകളും ഭർത്താവിൻ്റെ പിതാവുമായി കൊണ്ടുള്ള അവിഹിതമായ ബന്ധം, അതിനൊക്കെ വ്യൂവേഴ്സ് എത്രയാണ്? ലക്ഷക്കണക്കിനാണ്. ആളുകൾക്ക് വലിയ മാറ്റർ കിട്ടിയില്ലേ? അതൊക്കെ വലിയ ഒരു പ്രശ്നമല്ല. എത്ര വീടുകളിൽ മരുമകളാണ്, മരുമകൾ, ഇനി മരുമകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധം എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ. എന്തുകൊണ്ടാണ്? മഹാരിമിനെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ്, മെഹ്റമിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ അവൾ ഈ നിലക്കൊക്കെ കൈത്തണ്ടയും മറ്റൊക്കെ കാണിക്കാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ പോലും അത്ര സൂക്ഷ്മതയൊന്നുമില്ലാത്ത ചില ആളുകളാണെന്നൊരു സ്ത്രീക്ക് ബോധ്യമായാൽ അന്യ ആണുങ്ങളെ പോലെ അവരെയും കാണണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാപ്പ മകളെ ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് തന്നെ ഒരു പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ ഒരു വിഷയ എന്ന് നമുക്ക് തന്നെ തോന്നില്ലേ? എന്താ നമുക്ക് അങ്ങനെ അതൊക്കെ ഒരു വിഷയമാണെന്ന് തോന്നുന്നത്? ഫസ്റ്റിൽ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടില്ലേ? രണ്ടാമത് കേൾക്കുമ്പോൾ ഞെട്ടലിൻ്റെ ശക്തി ഒന്ന് കുറയും, മൂന്നാമത് കേൾക്കുമ്പോൾ തീരെ ഞെട്ടില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഞെട്ടലിൻ്റെ ഊക്ക് ഇങ്ങനെ കുറയും നമുക്ക്, അതാണ് പ്രശ്നം. അങ്ങനെയാണ് ഈ ഒരു നുണ നൂറാവർത്തിച്ചാൽ അതൊരു നന്മയായും പിന്നെ ശരിയായി വരും എന്ന് പറയുന്നത് ഗീബൽസിയൻ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന്യ ആണുങ്ങളെ സൂക്ഷിക്കുന്ന അതിനേക്കാൾ സൂക്ഷിക്കണം എന്ത്? കുടുംബത്തിൽപ്പെട്ടവർ.
അവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവർത്തിക്കുന്നത്. അതിൻ്റെ കസിനാണ്, കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ള സൗകര്യം. ഇന്നിപ്പോൾ ഒരുവിധമൊക്കെ ആളുകളൊക്കെ വേഗം വീട് വെച്ച് പോകും. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തറവാടല്ലേ, അവിടെ വെല്ലിപ്പി വരും, വെല്ലിമ്മ ഉണ്ടാവും, 4 ആൺമക്കളുണ്ടെങ്കിൽ ആ 4 ആൺമക്കളും കെട്ടിക്കൊടുന്ന പെണ്ണുങ്ങളും ഉണ്ടാകും, അവർക്ക് മക്കളും ഉണ്ടാകും, അവരുടെ മക്കളും ഉണ്ടാകും. ഇങ്ങനെയാണ് പണ്ടത്തെ തറവാട് സിസ്റ്റം. എന്നെ അതൊക്കെ മാറിയത് ഇവിടെ ഈ ഗൾഫിലൊക്കെ ആളുകൾ വരണോളതിന് ശേഷം കുറച്ചൊക്കെ ഒരു പച്ചപ്പ് സാമ്പത്തികമായിട്ട് നേടിയപ്പോഴേ വേറൊരു പുര വെച്ച് പോകലൊക്കെ ആലോചിച്ചതുപോലും ഉള്ളൂ. എന്നാൽ തന്നെ ഒന്ന് പുര വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നാട്ടിൽ ഒരു ഇടിമിന്നലിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോഴൊക്കെ ഒരു വേറെ പോകാഞ്ഞിട്ട് തിരക്കാതി എന്നൊക്കെ പറഞ്ഞിരുന്നത്. എത്ര ആൾക്കാർ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും വേറെ പുര വെക്കാതിരുന്നു എന്നറിയോ? നമ്മുടെ നാടുകളിൽ എന്താ നാട്ടുകാർ പറയും, അവനക്ക് പെട്ടെന്ന് ആയപ്പോഴൊക്കെ ഒന്ന് മാറി താമസിക്കണം, അവൻ്റെ പെണ്ണിൻ്റെ കുഴപ്പമാണ്, പെണ്ണ് തരയണമെന്ന് നടത്തിയിട്ടാണ് ഇപ്പോൾ വേറെ പുര ഉണ്ടാക്കിപ്പിച്ചത് എന്ന് പെണ്ണുങ്ങൾക്ക് കുറ്റം. അങ്ങനെ പലർക്കും ഉണ്ടാവും. അതൊക്കെ പേടിച്ചിട്ട് ആൾപ്പാ പേടിയൊക്കെ പോയി. ഇപ്പോൾ ആളുകൾ സൗകര്യമായ വേറെ മാറി താമസിക്കും. അന്നിപ്പോൾ വിഷയമില്ലാതായി. പക്ഷേ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു ഞാൻ പറയുന്നത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്നപ്പോൾ വീട്ടിൽ താത്താൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ആളിന് നോക്കിയിട്ടുള്ളത് കയറും ഇറങ്ങും. പക്ഷേ അവിടെയൊക്കെ അങ്ങനെ വന്നാൽ ഒരു ഭർത്താവ് പുറത്ത് പോകേണ്ടി വരും. ഭർത്താവിൻ്റെ അനുജൻ മാത്രമേ ഉള്ളൂ ഒരു ഫ്ലാറ്റിൽ. ഇനി ഭാര്യയുള്ളൂ, ഭർത്താവ് ജോലിക്ക് പോയാൽ ഭർത്താവിൻ്റെ അനുജൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ ഉള്ളൂ. എന്താ പണ്ഡിതന്മാർ പറയുന്നത്? നിങ്ങളത് പിന്നെ പാടില്ലാണ്, അതിൻ്റേതായ രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യണം. എന്നെങ്കിൽ നിങ്ങൾ അവരുടേതായ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് കൃത്യമായിട്ട് അതിന് അതിർ വരമ്പുകൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ വേണം. അതൊരു മോശമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവനെന്തോ വിചാരിക്കോ, ആ ബന്ധം മുറിയിലെ എന്നെ പറ്റി എൻ്റെ കാക്കനെ തെറ്റിദ്ധരിച്ചില്ലേ അല്ലെങ്കിൽ എൻ്റെ അനുജനെ തെറ്റിദ്ധരിച്ചില്ലേ എന്ന് വിചാരിക്കൂലേ എന്നൊന്നും ചിന്തിക്കരുത്. മാന്യമായി നല്ല നിലക്ക് നിനക്ക് ഇസ്ലാമിൻ്റെ നിയമം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അനിവാര്യ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്രയ്ക്കല്ലേ നമുക്ക് കഴിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കയറി വരുന്നതും ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നാ സഹാബി ചോദിക്കാൻ തന്നെ കാരണം എന്തായിരിക്കും? അന്നൊരു നടപാടുന്നുണ്ടാകും, അങ്ങനെ വരുന്നുണ്ടാകും. അപ്പോൾ അതും തെറ്റാവോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ഏറെ തെറ്റാണ്. കാരണം അന്യർ വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ നോട്ടവും ശ്രദ്ധയും ജാഗ്രതയൊന്നും അടുത്തോര് വരുമ്പോൾ അന്യ ആൾക്കാർക്ക് കാണുമ്പോൾ പോലും ഉണ്ടാവില്ല. കാരണം അതവൻ്റെ ബന്ധുവല്ലേ, അതവൻ്റെ ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ടവരല്ലേ, സംശയിക്കാനൊന്നുമില്ലല്ലോ. എന്നിടത്ത് അപകടം കൂടുതൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അൽ ഹമു അൽ മൗത്തു. അടുത്ത ബന്ധുക്കളാണോ അപകടം കൂടുതലാണ്. അതാണ് അൽ ഹമു, അടുത്ത ബന്ധുക്കൾ, ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കളുടെ പ്രവേശനം. അൽ മൗത്തു, അത് മരണ സമാനമാണ് ആണ് ഹദീസിൻ്റെ അർത്ഥം. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്.